ബോസ് വീടിനുള്ളിൽ ഒരു ഭാഗത്ത് ജാസ്മിനും ഗബ്രിയും പ്രേക്ഷകരെ വെറുപ്പിക്കുമ്പോൾ മറുഭാഗത്ത് ഒരു ചെറു പുഞ്ചിരിയോടെയല്ലാതെ നമുക്കിവരെ രണ്ടുപേരെയും കണ്ടിരിക്കാൻ പറ്റില്ല. അത് മറ്റാരുമല്ല, ശ്രീതുവും അർജുനുമാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ഇവർക്ക് കാര്യമായിട്ട് സംസാരിക്കാനൊന്നും സമയം കിട്ടാറില്ല. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് വൈൽഡ് കാർഡ് വന്ന വീക്കായിരുന്നു, മറ്റൊന്ന് അർജുൻ പവർ റൂമിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ രണ്ടുപേരും അത് പറഞ്ഞു തീർക്കുകയാണ്. ഇവരുടെ ഇടയിൽ മീഡിയേറ്ററായി വന്നിട്ടുള്ളത് റസ്ബിനാണ്. അപ്പോൾ റസ്ബിൻ്റെ മുന്നിൽ പരാതിപ്പെട്ടി തന്നെ തുറന്നേക്കുകയാണ് രണ്ടുപേരും. ഒന്നിനൊന്ന് വെച്ചാണ് പരാതിപ്പെട്ടി തുറക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, എൻ്റെ കൈയൊന്നും മുറിഞ്ഞിട്ടുണ്ടായിരുന്നു ടാസ്കിനിടയിൽ ആ വടംവലീൻ്റെ സമയത്ത്. ആ സമയത്ത് ഇവൾ വന്നിട്ട് എന്നെ കെയർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ വന്നില്ല. ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയിട്ട് പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് മുറിവൊന്നും കെട്ടി തന്നിട്ടില്ല. മുറിവ് കെട്ടി തന്നത് അൻസിബയാണ്. അപ്പോൾ ശ്രീതു പറയുന്നുണ്ട്, അത് ഓൾറെഡി അൻസിബ ചേച്ചി കെട്ടിക്കൊടുക്കുന്നുണ്ട്, അപ്പോൾ ഞാനത് മാറ്റിയിട്ട് ഞാൻ കെട്ടിക്കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് കൈ തട്ടി മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ റസ്ബിൻ പറയുന്നുണ്ട്, അത് ശരിയാണ്, ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് അർജുനെ അത് മാറ്റുക? എന്നാൽ പിന്നെ അതിന് ശേഷം ചെയ്തൂടെ? അതിന് ഞാൻ വന്നിട്ട് ചെയ്തല്ലോ. നീ പിന്നെയല്ലേ വന്നേ, നീ ആദ്യം വന്നില്ലല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ മുറിവിൻ്റെ കാര്യം പറഞ്ഞ് അടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ റസ്ബിൻ പറയുന്നുണ്ട്, നിങ്ങളിനി ഇതും പറഞ്ഞ് അടി ഉണ്ടാക്കല്ലേ, പറഞ്ഞിട്ട് സോൾവ് ചെയ്യാൻ നോക്ക്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ടോ, ഇപ്പോൾ പഴയൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട്, അത് വന്നതിന് ശേഷം പിന്നെ നമ്മളെയൊന്നും ഒരു മൈൻഡില്ല, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ഫുൾ ടൈം ഒരുമിച്ച്, മീറ്റിങ്ങിന് ഒരുമിച്ചാണ്, സെയിം കളർ ഡ്രസ്സ് എല്ലാം ഒരുമിച്ചാണ്. അപ്പോൾ ശ്രീധുവിന് മനസ്സിലായി സംഭവം സിബിൻ്റെ കൂടെ നടക്കുന്നതും അവരൊരു ടീമിലാണ്. അപ്പോൾ സെയിം കളർ ഡ്രസ്സ് എങ്ങനെ ആക്സിഡൻ്റലി സംഭവിച്ചാൽ തോന്നുന്നു. ശ്രീധു പറയുന്നുണ്ട്, സെയിം കളർ ഡ്രസ്സോ, എപ്പോൾ, എങ്ങനെ? ഇല്ല പിന്നെ ഒന്ന് ഓർത്ത് നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അർജുൻ. അപ്പോൾ പുള്ളിക്കാരിക്ക് ചിരി വന്നിട്ട് പോയി, അവർ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണോ അർജുൻ്റെ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയൊക്കെയോ അത് പറഞ്ഞിട്ട് അവർ ക്ലിയർ ചെയ്തു കേട്ടോ. പിന്നെ ശ്രീതു പറയുന്നുണ്ട്, ഞാനൊരു ഇലക്ഷന് വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു ഇവിടെ, ഒരു ക്യാപ്റ്റൻസീൻ്റെ നോമിനേഷന് വേണ്ടിയിട്ട്. ആ സമയത്ത് എനിക്ക് വോട്ട് തരുമെന്ന് പ്രതീക്ഷിച്ച ആൾ എനിക്ക് തന്നിട്ടില്ല, എന്നെ മൈൻഡ് പോലും ചെയ്തില്ല. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, അത് ഞാൻ ഓൾറെഡി ടീമിന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, വാക്ക് നമുക്ക് തെറ്റിക്കാൻ പാടില്ലല്ലോ, കാരണം നമ്മൾ പ്രതീക്ഷിച്ച അവർ നിൽക്കില്ലേ. ഞാനാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലായിരുന്നു. ഒരു ഭാഗത്ത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ, മറുഭാഗത്ത് എൻ്റെ ടീമിലൊരാൾ. അപ്പോൾ ഞാനാണെങ്കിൽ അവർക്ക് ഓൾറെഡി വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്കത് ഒഴിവാക്കാനും പറ്റത്തില്ല. മറു സൈഡിൽ ഞാൻ ഇഷ്ടപ്പെട്ട ആൾ. അപ്പോൾ ആകെ കൂടെ കൺഫ്യൂഷൻ അടിച്ച് ഭ്രാന്തായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് നിൻ്റെ വരവ്. എന്നിട്ട് ഞാൻ മാക്സിമം നിൻ്റെ അടുത്ത് സംസാരിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീതു പറയുന്നുണ്ട്, പറഞ്ഞു, എങ്കിൽ കൂടി നേരത്തെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല പറഞ്ഞാലും അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്, നമ്മൾ പ്രതീക്ഷിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീതു മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അപ്പോൾ റസ്ബിൻ ഇതിൻ്റെ ഇടയിൽ കിടന്ന് നന്നായിട്ട് ഉപയോഗിക്കുക. റസ്ബിൻ പറയുന്നുണ്ട്, ഗൈസ് ഇനി അടി ഉണ്ടാക്കല്ലേ, പറഞ്ഞ് സോൾവാക്ക്, മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുവിധം റസ്ബിൻ എങ്ങനെയൊക്കെയോ ഇത് ക്ലിയർ ചെയ്തു. ലാസ്റ്റ് പിന്നെ അവർ പാച്ചപ്പായി, പഴയ പോലെ തന്നെ നല്ല ക്ലോസ് ആയിട്ടുണ്ട്. അതിനു മുൻപ് അവർ ക്ലോസ് തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അധികം സംസാരിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് രണ്ടുപേർക്കുമുള്ള ഒരു ഈഗോ ക്ലാഷ് ഉണ്ട്, പൊസസീവ്നെസ് ഉണ്ട്. രണ്ടുപേരുടെ ഇടയിലും പലരും കളിക്കുന്നുണ്ട്. ഇപ്പം അപ്സരയും പിന്നെ വേറെ ഏതോ ഒരു പുതിയ ഫ്രണ്ടിനെയും കൂടെ പറയുന്നുണ്ട് ശ്രീതു. 2 പുതിയ ഫ്രണ്ട് ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിന്, പൊക്കമുള്ള ഫ്രണ്ടിന് 2 പുതിയ ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഗബ്രീനെയാണ് പറയുന്നത് തോന്നുന്നു, കാരണം എപ്പോഴും ഗബ്രീൻ്റെ അടുത്ത് അർജുൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതായിരിക്കാം. പിന്നെ അപ്സര ഫുൾ ടൈം ഉണ്ട്. അപ്സരയാണെങ്കിൽ ശ്രീതുവിന് ഇപ്പോൾ ഇഷ്ടമല്ല, അപ്പോൾ അത് കാരണം തന്നെ അപ്സരയുടെ അടുത്ത് അർജുൻ സംസാരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. അതുപോലെ സിബിൻ ഇവളെ കൂടെ സംസാരിക്കുന്നതോ ഒരുമിച്ചിരിക്കുന്നതൊന്നും അർജുന് ഒട്ടും ഇഷ്ടമല്ല. അത് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്.